ഗിരീഷ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലങ്ങാട് ഭാഗത്താണ്. അപ്പോൾ ആലങ്ങാടുള്ള എൻ്റെ ഒരു സുഹൃത്ത് സുനിലേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ സുനിലേട്ടൻ്റെ വീട്ടിൽ 2 കിളിക്കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വന്നേക്കണം. സുനിലേട്ടാ, എന്താണ് ആ കിളിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവെക്കാം? നമസ്കാരം. ഞങ്ങളെ വീട് പണിതിട്ടും പുതിയതായിട്ടും മാറിയതിന് ശേഷം ചൂടുകാലം വന്നപ്പോൾ നോർമലി ഞങ്ങൾ മുകളിലോട്ട് മാറി രാത്രിയാകുമ്പോൾ ജനലൊക്കെ തുറന്നിട്ട് നമുക്ക് കാറ്റ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജനൽ തുറന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇടയ്ക്കും തലക്കും ഒരു കിളി വന്നിട്ട് ആ പെഡസ്ട്രിയൻ ഫാനിൻ്റെ മുകളിൽ വള്ളികളൊക്കെ കൊണ്ടുവന്ന് വെക്കും. നമ്മൾ യൂസ് ചെയ്യണ ഫാനിന്റെ മേലെ 2 ഫാൻ വെച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വള്ളി പോലെ വന്ന് പെടും. ഞങ്ങൾ ഓർത്തത് എന്താണെന്ന് ഓർത്തിട്ട് ഇടയ്ക്കൊക്കെ അടിച്ചു തൂക്കുമ്പോൾ എടുത്ത് കളയും. പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത് ഏതൊരു കിളി കൂട്ടാൻ വന്നതാണെന്നുള്ള തോന്നൽ വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കനെ ആ റൂമിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ഏതോ കുടി അപ്പൊ ഇത്രയും ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, ഞങ്ങൾ പതുക്കനെ ആ റൂമിൽ നിന്ന് ഒഴിവായി കൊടുത്തു. കിളിക്ക് വേണ്ടി ആ റൂം ഞങ്ങൾ പതുക്കനെ അങ്ങോട്ട് ഒഴിവാക്കി കൊടുത്തു. എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതെ, ഞാൻ സുനിലേട്ടൻ്റെ വീടിന്റെ അകത്ത് പോയിട്ട് അവിടെ ആ കിളി കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്ന കാഴ്ചകളുണ്ടെന്ന് കാണിച്ചു. ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി അങ്ങനെ സുനിച്ചേൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറി മുകളിലത്തെ നിലയിൽ ഒരു റൂമിലാണ് കിളി ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പതിയെ സ്ലോവിൽ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വേണം ഡോർ തുറക്കാൻ, അല്ലെങ്കിൽ തള്ളക്കിളി വന്ന് അവിടെ ഇരിക്കണമെങ്കിൽ പറന്നു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുനിച്ചേട്ടൻ പതിയെ തുറന്ന് നോക്കുമ്പോൾ കിളി ഉണ്ടായില്ല, പുറത്തേക്ക് പോയ സമയം ഇരുന്നു. അപ്പോൾ 2 മുട്ടകളുണ്ടായിരുന്നു. അപ്പോൾ ആ കിളിയുടെ മുട്ടകൾ ഇങ്ങനെ പെഡസ്റ്റിൽ ഫാനിൻ്റെ മുകളിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ആ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ മുട്ട വിരിഞ്ഞ് ചെറിയ ഇറച്ചിക്കുഞ്ഞുങ്ങളായി. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും തൂവലുകളൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് 2 കിളിക്കുഞ്ഞുങ്ങൾ നല്ല ഉഷാറായി. അങ്ങനെ ഓരോ വീക്കിലും എടുത്ത ദൃശ്യങ്ങളാണ് കണ്ടത്. പിന്നെ ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കണ്ണ് തുറന്നു. അപ്പോൾ ആ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും കിളി ഒന്നുകൂടി ആക്റ്റീവായി ചെറുതായിട്ട് ഇങ്ങനെ കൂട്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി റൂമിലൊക്കെ നടക്കാൻ തുടങ്ങി. അതേപോലെ പറക്കാനും ചെറിയ രീതിയിൽ പറക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ പല ദിവസങ്ങളിലായിട്ട് എടുത്ത കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇത് റൂമിൽ അവർ ആദ്യമായിട്ട് താമസിക്കാൻ വന്നപ്പോഴേക്കും പെഡസ്റ്റിൽ ഫാനിൻ്റെ മുകളിൽ വന്ന് കിളി കൂടുന്നത് കണ്ടിട്ട് കിളിക്കായിട്ട് ആ വീട് വിട്ടുകൊടുത്തേക്കണേ. സുനിച്ചേട്ടൻ ഈ പറഞ്ഞ ഈ റൂമാണല്ലേ മുഴുവനായിട്ട് കിളികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തേക്കണം? ഈ റൂമാണ് ഞങ്ങൾ കിളികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തേക്കണം അല്ലേ? ഈ പെഡസ്ട്രിയന്റെ ഫാനിന്റെ മുകളിലാണ് വന്നിട്ട് ഇതിങ്ങനെ ചില്ലകൾ വെച്ചപ്പോ ഞങ്ങള് ആലോചിച്ചത് എന്താണെന്ന്. പക്ഷെ ഇതിന്റെ അത് ഇത് ടൈ ചെയ്ത് വെച്ചേക്കണപ്പോ ഞങ്ങൾക്ക് മനസ്സിലായത് കിളി കൂട് കൂട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഈ ചൂട് കാലത്താണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം താഴത്തേക്ക് മാറി. അതായത് ഈ റൂം മുഴുവനായിട്ട് കിളികൾക്ക് താമസിക്കാൻ വേണ്ടി കൊടുത്തേക്കാണ് അല്ലേ? അതായത് കണ്ട 2 കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. അതെ, ആ കൊച്ചിനൊക്കെ എന്ത് സന്തോഷമാണെന്ന് നോക്കിയേ. പാവയുടെ കിളിയാണത്. പാവയുടെയാണോ? ഞാൻ കൊണ്ടേക്കോട്ടെ കിളി കുഞ്ഞിനെ? ഞാൻ കൊണ്ടേക്കോട്ടെ? ഞാൻ കൊണ്ടേക്കോട്ടെ? കണ്ട, അതെ കിളിയുടെ തള്ളക്കിളി പുറത്തേക്ക് പോയെന്നൊക്കെ ഈ ജനല വഴിയല്ലേ? അതെ, വെറുതെ അല്ലേട്ടാ കുഞ്ഞാവ് അതെ ചൂണ്ടിക്കാണിച്ച് വെറുതെ അല്ലേ തീറ്റയും കൊണ്ട് തള്ളക്കിളി ആ മരത്തിൽ വന്നിട്ടുണ്ട്. തീറ്റയും കൊണ്ട് തള്ളക്കിളി ആ പുറത്തു വന്നിട്ടുണ്ട്. ആ കിളി ജനലിൽ കൂടി വന്നിട്ട് തീറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പോ ഇത് അവിടെ ഇടിച്ച് എനിക്ക് സങ്കടമായി. ഞങ്ങൾ അപ്പൊ തന്നെ ഒഴിവായി പോയി. പച്ച ഇതൊക്കെ കിളികൾ തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കണേ അല്ലേ? വേറെ ഒന്നും നമ്മൾ ഈ പച്ചപ്പൊക്കെ അതിലുണ്ടായതാണ്. കിളി കൊണ്ടുവന്ന് തന്നെ വെച്ചേക്കണേ. എല്ലാ കിളികൾ തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കണേ. എന്താണെന്നറിയില്ല. 2-3 പേര് ചോദിച്ചത് നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചാണ്. പച്ച നമ്മ കൊണ്ടുവന്ന് വെക്കണ കാണാതെ ഇരിക്കണ ഒരു തരം തണ്ടാണത്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള തണ്ടാണത്. അതില്ല ചേട്ടാ, വേറെ എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത്? ചേട്ടൻ മനസ്സിന് ഒന്നും പറയാനില്ല. അതായത് ഒരു കിളിക്ക് വേണ്ടി ഒരു റൂം അങ്ങനെ തന്നെ പുതിയ വീട്
പുതിയ വീടാണ്, പക്ഷെ എന്നാലും ഞങ്ങൾ ഹാപ്പിയാണ്. പിള്ളേരൊക്കെ ആദ്യമായിട്ട് താമസിക്കാൻ കൊടുത്ത കിളിക്കാണ് അല്ലേ? ഞങ്ങൾ അധികം താമസിച്ചിട്ടില്ല, അപ്പൊ കിളികൾക്ക് വാടകയില്ലാണ്ട് താമസിക്കാൻ വേണ്ടിട്ട് സ്ഥലം കൊടുത്തേക്കാണ്. ഭയങ്കര, അതായത് എല്ലാവർക്കും ഈ ഒരു മനസ്സുണ്ടാവില്ല, നല്ലൊരു മനസ്സിന്റെ സ്നേഹിയാണ്. അങ്ങനെയല്ല, നമ്മൾക്കൊരു ഹാപ്പിയാണ്. മനുഷ്യരായിട്ട് നല്ലോണം എണ്ണങ്ങി ജീവിക്കുന്ന കിളികളാണ് ഇത്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ എൻ്റെ അടുത്ത് പോയി ആ കുഞ്ഞിനെയൊക്കെ ഒന്ന് കുഞ്ചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ തള്ളക്കിളി വന്നിട്ട് പതിയെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ നമ്മുടെ സുഹൃത്തുക്കളുടെ തന്നെ എടുത്ത വീഡിയോ ആണ്. പതിയെ മുകളിലേക്ക് കയറിയിട്ട് ചെന്ന് നോക്കിയപ്പോഴേക്കും തള്ളക്കിളി ഇങ്ങനെ അനങ്ങാതെ വന്ന് അടയിരിക്കണേ. അപ്പോൾ ആ തള്ളക്കിളി അടയിരിക്കണ കാഴ്ചകളും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ, തള്ളക്കിളി അടയിരിക്കണുണ്ട്. ആ 2 കുഞ്ഞുങ്ങളുടെ മുകളിൽ കയറിയിട്ട് ഉറങ്ങണേണെന്ന് തോന്നുന്നത്. നമ്മുടെ വീഡിയോ എടുക്കൽ കണ്ടപ്പോഴേക്കും പെട്ടെന്ന് എണീറ്റ്. ഇനിയിപ്പോൾ അത് പറന്നു പോകുന്നതാവും, ഞങ്ങളെ ശല്യപ്പെടുത്തിയ പോലെ ആയി. എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ശല്യപ്പെടുത്തുന്നില്ല, തിരിച്ച് വീണ്ടും വരുന്നുണ്ടത്. സാധനം പറന്നുപോയി. ആ കുഞ്ഞുങ്ങൾക്ക് ചൂട് നൽകാൻ വേണ്ടി വന്ന അടയിരിക്കണേന്ന് തള്ളക്കിളി. നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത പോലെ ആയിപ്പോയി. എന്തായാലും ഞങ്ങൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യണമെന്നില്ല, ഞങ്ങൾ പോണേണ്. അപ്പോൾ ഈ തള്ളക്കിളി വന്ന് അടയിരിക്കുന്ന കാഴ്ചകളും കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്ത് കാഴ്ച തന്നത്. അപ്പോൾ ഈ റൂം മുഴുവനായിട്ടും കിളികളായിട്ട് വിട്ടുകൊടുത്തേക്കുന്നുണ്ട് വണ്ടി. അപ്പോൾ അതായത് 2 ജനലുകളും തുറന്നിട്ട് ആ റൂമിൽ ആ കിളിക്കുഞ്ഞുങ്ങൾ വളരാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി മനസ്സാണ് സുനിച്ചേണ്ട. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് എടുത്തേക്കുന്നതാണ്, പല ദിവസങ്ങളിലായിട്ട് എടുത്തേക്കുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ സുനിച്ചേട്ടൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. പിള്ളേരും വന്ന് നോക്കണുണ്ട്. അനേയും അവനി അപ്പോൾ മച്ചാമാരെ, തൊപ്പിക്കിളി, ഇരട്ടത്തലച്ചി, ബുൾബുൾ കിളി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കിളികൾക്ക് വേണ്ടി റൂം വിട്ടുകൊടുത്ത സുനിച്ചേട്ടൻ്റെ ഫാമിലിക്കും 1000 നന്ദി. അതുപോലെ നിങ്ങൾക്ക് ഈ കിളികളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷ് വെണ്ണറ വ്ളോഗ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അങ്ങോട്ട് ഇടിച്ച് പൊട്ടിക്കാൻ മറക്കണ്ട. അപ്പോൾ എൻ്റെ എല്ലാ ചങ്ങൾക്കും